Hi, welcome to my YouTube channel. LCHP recipe follow ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു വളരെ ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ചീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. പിന്നെ ഞാൻ മീഡിയം സൈസുള്ള 2 മുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അത്രമാത്രം കറി മസാലകളൊന്നും ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആകെ ഉപയോഗിച്ചത് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന്. ഇത്ര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീര നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. പാന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ കഴിയുന്നതും റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കണം. ബട്ടർ മെൽട്ടായതിനു ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കൂടാതെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മസാല വേണമെങ്കിലും ഈ റെസിപ്പിയിൽ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ച മസാലകൾ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ചീര ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസും അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചീര കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ചീര കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ കുറയും. അപ്പോൾ നിങ്ങൾ ചീര എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത മസാല ഒക്കെ ചീരയിൽ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഓംലെറ്റായിട്ട് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീരയും മുട്ടയും കൂടിയിട്ട് ഒരു തോരൻ പോലെ, അതായത് വറവ് പോലെയൊക്കെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ വറവ് പോലെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മുട്ട കുക്ക് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് എന്നാണ് പറയുക. അതായത് ഈ ചിക്കി എടുക്കില്ലേ മുട്ട, അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ചീരയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ചീര നമ്മൾ ബട്ടറിലൊക്കെ സോട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫ്ലേവറാണ് ഈ റെസിപ്പിക്ക് കിട്ടുക. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ റെസിപ്പിയുടെ ന്യൂട്രീഷണൽ വാല്യൂസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു LCHF റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.